നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിലെ GST എന്നുള്ളതാണ്. അപ്പം നമുക്ക് GSTയെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതുമാണ് GST എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് നമ്മുടെ സിലബസിലേക്കും ആഡ് ചെയ്തേക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിലാണ് GST വന്നിരിക്കുന്നത്. ഇപ്പൊ GST വരുന്നതിന് മുന്നേ എന്തായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്നുള്ളത് അറിയാം. GST നമുക്കറിയാം 2017 വരുന്നത്. 1/7/2017 GST നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് ഒരുപാട് തരത്തിലായിരുന്നു നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടുന്നതായിട്ട് വരുന്നത്. അത് എക്സൈസ് ഡ്യൂട്ടിയുടെ ഇനത്തിലായാലും അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് വാറ്റ് എന്ന് പറഞ്ഞു വന്നു. അപ്പം അതുപോലെ തന്നെ ഒക്ട്രോയ് ടാക്സ് ഉണ്ടായിരുന്നു, ടേൺ ഓവർ ടാക്സ് ഉണ്ടായിരുന്നു, പർച്ചേസ് ടാക്സ് ഉണ്ടായിരുന്നു, എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പല ടാക്സുകളെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ടാക്സിനും ഓരോ രീതിയിലുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെ ഒരു രീതിയിൽ നിന്നാണ് എല്ലാത്തിനെയും കൂടി മെർജ് ചെയ്തുകൊണ്ട് GST എന്ന് പറയുന്ന പുതിയൊരു രൂപത്തിൽ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ടാക്സ് അടയ്ക്കുകയും ബാക്കിയുള്ള എല്ലാത്തിനെയും കൂടെ മെർജ് ചെയ്ത് ഇതിൻ്റെ എല്ലാ പ്രൊവിഷൻസിനെയും മെർജ് ചെയ്തുകൊണ്ട് ഒരു വിൻഡോയിലൂടെയുള്ള ടാക്സ് എന്ന ഒരു ഒരു കാര്യത്തിലാണ് GST എന്ന് പറയുന്നത് വന്നത്, ഇല്ലയോ? അപ്പം അങ്ങനെയാണ് GSTയുടെ ഉദയം എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ കുറേ കൂടി വിശദമായിട്ടത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ എന്താണ് നമ്മൾ ഈ GST പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു തറോ നോളജ് ഉണ്ടാവും. എന്തിനാണ് GST അപ്ലൈ ചെയ്തത്, GSTയുടെ എന്താണ് ബെനഫിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് അവബോധം നമുക്കുണ്ടാകും. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് GST ഇൻ ഇന്ത്യ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ GSTയും അതെങ്ങനെയാണ് അതിൻ്റെ വന്നതിനുള്ള ഇൻട്രൊഡക്ഷനും ഒക്കെയാണ് നമ്മൾ ഒന്നാമത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെന്ന് പറയുന്നത് GSTയിലെ ഇന്ത്യ, അതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റി പഠിക്കും. അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എന്താണ് ഫീച്ചേഴ്സ്, GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പിന്നെ അതുപോലെ ജെനസിസ് ഓഫ് GST ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ GSTയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് എന്നാണ്. അതുപോലെ തന്നെ എന്താണ് GSTയുടെ കൺസെപ്റ്റ്, ഇന്ത്യയിൽ GSTയുടെ ആവശ്യകത എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ് GSTയുടെ ഫ്രെയിം വർക്കുകൾ, എന്താണ് GSTയുടെ ബെനിഫിറ്റ്, പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. In any welfare state, it is a prime responsibility of the government to fill the increase in development needs of the country and its people by way of public expenditure. അപ്പം നമുക്ക് അറിയാം, ഏതൊരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്തിരുന്നാൽ തന്നെയും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻ്റൽ നീഡ്സുകളെ ഫുൾഫിൽ ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ മെറ്റ് ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ ആയാലും, അപ്പോൾ എന്ത് തന്നെ ആയാലും ഗവൺമെൻറ്റിന് എന്ത് വേണം? ഗവൺമെൻറ്റിന് ഒരു മണി വേണം. അപ്പം നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനായാലും ഗവൺമെൻറ്റിന് എന്ത് വേണം? വരുമാനം വേണം. അപ്പോൾ ഗവൺമെൻറ്റിന് വരുമാനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള ഈ ജനങ്ങൾക്കായാലും കൺട്രിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ ഇന്ത്യ ബീങ് എ ഡെവലപ്പിംഗ് എക്കണോമി, അറിയാം നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ്. ഹാസ് ബീൻ സ്ട്രൈവിംഗ് ടു ഫുൾഫിൽ ദ ഒബ്ലിഗേഷൻസ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് വിത്ത് ഇറ്റ്സ് ലിമിറ്റഡ് റിസോഴ്സ്, ദ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ബീങ് ദ ലെവി ഓഫ് ടാക്സ്. നമ്മുടെ ഇന്ത്യയെ പറ്റി നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ റിസോഴ്സുകളൊക്കെ എന്തെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് റിസോഴ്സുകളേ ഉള്ളൂ. ഗവൺമെന്റിന് വരുമാനം ഉണ്ടാകുന്ന റിസോഴ്സുകൾ നമുക്ക് വളരെ ലിമിറ്റഡേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് പറയുന്നത്, നമ്മളുടെ ഗവൺമെന്റിന് റവന്യൂ കണ്ടെത്താനുള്ള ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബീയിങ് ദ ലെവി ഓഫ് ടാക്സ്. ടാക്സ് ലെവി ചെയ്യുക എന്ന് പറഞ്ഞാൽ നികുതി ഈടാക്കുക.
അപ്പൊ നികുതി ഈടാക്കുന്നതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ. ഗവൺമെന്റിന് വരുമാനം കിട്ടാനുള്ള ഒരു പ്രൈമറി സോഴ്സാണ് ടാക്സ്, നികുതി ഈടാക്കുക എന്നുള്ളത്. ആ, അതെന്ന് പറയുന്നത് through the collection of tax is no augment as much revenue as possible to the government to provide public services. Over the years, it has been used as an instrument of fiscal policies to stimulate economic growth. The tax are collected to fulfill the socio-economic objectives of the government. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ഈ ടാക്സ് കളക്ഷൻ ചെയ്യുന്നതിലൂടെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റിന് പബ്ലിക് സർവീസിലേക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുന്നത്, ഒരു അതിന്റെ എന്താ പറയുന്നത്, പബ്ലിക് സർവീസിലേക്ക് കൂടുതൽ കൂടുതൽ ഡെവലപ്മെന്റുകളെ കണ്ടെത്താൻ സാധിക്കുകയും അത് എങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ പോളിസി ചേഞ്ച് ചെയ്യുന്നതിലൂടെ, നമ്മുടെ ഫിസിക്കൽ പോളിസിയൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എക്കണോമിക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഈ ടാക്സ് ഒക്കെ ഈടാക്കുന്നതിലൂടെയും വരുമാനം വർദ്ധിക്കുന്നതിലൂടെ ആ വരുമാനം ഗവൺമെന്റ് സഫീഷ്യൻ്റ് ആയിട്ട് അതിന് ഒരു പബ്ലിക് സർവീസിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എക്കണോമി എന്തോ ചെയ്യും? വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്, നമുക്ക് അറിവിലേക്കുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ തന്നെയാണ് അതിൻ്റെ. അപ്പം ടാക്സിന് എന്തുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് ടാക്സ് ഈടാക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് നോക്കുന്നത് വാട്ട് ഈസ് ടാക്സ്, എന്താണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ ടാക്സ് 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 എന്ന് പറയുന്നത് എന്താ ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ടാക്സ് എന്ന് പറയുന്നത് എ ടാക്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ പെക്യൂണിയറി ബർഡൻ ലെയ്ഡ് അപ്പോൺ ഇൻഡിവിജ്വൽസ് ഓർ പ്രോപ്പർട്ടി ഓണേഴ്സ് ടു സപ്പോർട്ട് ടു ദ ഗവൺമെന്റ് എ പേയ്മെന്റ് എക്സാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റീവ് അതോറിറ്റി. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? എ പെക്യൂണിയറി ബർഡൻ ലെയ്ഡ് അപ്പോൺ ഇൻഡിവിജ്വൽസ്, ഒരു ബർഡൻ, ഒരു ബാധ്യത ആർക്ക് കൊടുക്കുന്നതോ? ഒരു ഇൻഡിവിജ്വൽസിനോ അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണേഴ്സ്, അവരുടെ മേളിൽ ഒരു ബാധ്യത കൊടുക്കുകയാണ്. എന്തോ? ടു സപ്പോർട്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് ഒരു ബാധ്യത കൊടുക്കണം. അപ്പോൾ ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എ ടാക്സ് ഈസ് നോട്ട് എ വോളണ്ടറി പേയ്മെന്റ് ഓർ ഡൊണേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് ടാക്സസ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി പേയ്മെന്റ് അല്ല. എന്ന് പറഞ്ഞാൽ എന്തുവാ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കൊടുക്ക്, അതല്ല. അതുപോലെ തന്നെ ഡൊണേഷൻ, ഓക്കെ എൻ്റെ കയ്യിലുണ്ട്, ഓക്കെ എന്നാ ഇതിരുന്നോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അല്ല ടാക്സ്. ടാക്സ് എന്ന് പറയുന്നത് നോട്ട് വോളണ്ടറി പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ളതല്ല ടാക്സിനെ ചെയ്യുന്നത്. ടാക്സ് എന്ന് പറയുന്നത് ഇസ് ആൻ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ എക്സാക്റ്റഡ് പേഴ്സൺ ടു ലെജിസ്ലേറ്റീവ് അതോറിറ്റി. അപ്പം നമ്മളുടെ അതോറിറ്റീസിന് നമുക്ക് എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ ആണ് എന്ന് പറയുന്നത്, നിർബന്ധമായിട്ടും കൊടുക്കേണ്ടുന്ന കോൺട്രിബ്യൂഷൻ ആണ്, അല്ലാതെ വോളണ്ടറി കോൺട്രിബ്യൂഷൻ അല്ല. വോളണ്ടറി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സോട് കൂടി നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ. അല്ല, ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ആൻ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ, നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ഫോഴ്സ്ഫുൾ ആണ്. അപ്പം ഗവൺമെന്റിലേക്ക് ടാക്സ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഡൊണേഷൻ അല്ല, വോളണ്ടറി അല്ല, ഇതെന്ന് പറയുന്നത് എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ ആണ്, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടുന്നതാണ് അതോറിറ്റിക്ക്. അപ്പം നമ്മൾ സിമ്പിൾ വേർഡായിട്ട് പറഞ്ഞാൽ ടാക്സ് ഈസ് നത്തിങ് ബട്ട് മണി ദാറ്റ് പീപ്പിൾ ഹാവ് ടു പേ ടു ദ ഗവൺമെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് പബ്ലിക് സർവീസ്. അപ്പം പബ്ലിക് സർവീസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പീപ്പിൾസ് എന്ന് പറയുന്നത് പേ ചെയ്യുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ടാക്സ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ടാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അപ്പോൾ മോളിൽ തന്നിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരു വളരെ ആധികാരികമായി പറയുന്നുണ്ടെങ്കിൽ ടാക്സ് സിമ്പിളായിട്ട് ചോദിച്ചു എന്ന് പറയുന്നത് ഗവൺമെന്റിന് അവർ പബ്ലിക് സർവീസിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെന്തോ ചെയ്യുന്നു, ജനങ്ങൾ എന്തോ ചെയ്യുന്നു, പൈസ ഗവൺമെന്റിലേക്ക് നൽകുന്നു. അതിനെ എന്തെന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുന്നു. ഇനി ടാക്സുകളെ പ്രധാനമായിട്ടും 2 തരത്തിൽ തിരിക്കും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ 2 രീതിയിലുള്ള ടാക്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് എന്നും, രണ്ടെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. അപ്പം ടാക്സസ് ആർ ബോർഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പൊ ടാക്സസിനെ എന്തെന്ന് പറയുന്നത് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പറയുന്നത് ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും 2ആയിട്ട് നമുക്ക് ടാക്സിനെ തരംതിരിക്കാം. അപ്പൊ എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. എ ഡയറക്റ്റ് ടാക്സ് ഈസ് എ കൈൻഡ് ഓഫ് ചാർജ് വിച്ച് ഈസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ദ ടാക്സ് പെയർ ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്
by the person, jurisdicts or natural on whom it is imposed. A direct tax is on that cannot be shifted by the taxpayer to someone else. A significant direct tax imposed in India is income tax. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ദ ടാക്സ് പെയർ. അപ്പം ഒന്നാമത്തെ പോയിന്റ് ഡയറക്റ്റ് ടാക്സിനെ പറ്റി നമ്മൾ പ്രധാന മനസ്സിലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ദ ടാക്സ് പെയർ. അപ്പം ടാക്സ് അടയ്ക്കുന്ന ആരാണ് അവരുടെ മേളിൽ ഡയറക്റ്റ് ആയിട്ട് ചുമത്തുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. അവരെന്തോ ചെയ്യണം, ഗവൺമെന്റിലേക്ക് ഈ ടാക്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ അടയ്ക്കുകയും വേണം. അപ്പോൾ എന്തുവാ, ഒന്നാമത് ടാക്സ് പെയർ ആണോ അവരുടെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നു, ഇത്ര ടാക്സ് അടയ്ക്കുന്നു എന്ന് പറയുന്നു. അവരെന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തിരിച്ചും കൊടുക്കുന്നു. ബൈ ദ പേഴ്സൺ ജൂറിസ് ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആരുടെ മേളിലാണോ ടാക്സ് ഈടാക്കിയത് അവരെന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് എന്തോ ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യണം. A direct tax is on this that it cannot be shifted by the taxpayer to someone else. അപ്പോൾ ഡയറക്റ്റ് ടാക്സിന്റെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെനോട്ട് ബി ഷിഫ്റ്റഡ് ബൈ ദ ടാക്സ് പെയർ ടു സമ്മോൺ എൽസ്. അതായത് വേറൊരാൾക്ക്, ഇതിപ്പോൾ ഞാൻ ടാക്സ് അടയ്ക്കാനുണ്ട്, എൻ്റെ അടുത്ത് ഗവൺമെന്റ് ഡയറക്റ്റ് ടാക്സ് ഞാൻ ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് അല്ല, എനിക്ക് പകരം ദാ ഇന്ന ആള് അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ടാക്സ് ബേർഡനെ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എവിടെ, ഡയറക്റ്റ് ടാക്സിൽ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാം എ സിഗ്നിഫിക്കന്റ് ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ഇൻ ഇന്ത്യ ഈസ് ഇൻകം ടാക്സ്. അപ്പോൾ അതിനാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സെഷൻ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് ഇൻകം ടാക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇൻകം ടാക്സ് 5 ഹെഡ്സ് ഉണ്ട്. പേഴ്സൺസിൻ്റെ പേരിൽ, പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഓഫ് പേഴ്സൺസ് ഉണ്ട്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അങ്ങനെ ആർട്ടിഫിഷ്യൽ ജൂറിസ്റ്റിക് പേഴ്സൺസ്, അങ്ങനെ കമ്പനി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അവരുടെ മേളിൽ ഇമ്പോസ് ചെയ്തു, അവർ തന്നെ എന്താ ചെയ്യണം, തിരിച്ച് പേഴ്സൺസ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് ചെയ്യുകയും ചെയ്യണം. 5 ഹെഡായിട്ട് തിരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സോ അതൊക്കെ ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിന്റെ ഇതിൽ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് അല്ല, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റി പഠിക്കാം. ഇൻഡയറക്റ്റ് ടാക്സ്. If the taxpayer is just a conduit at every stage, the tax incidence is passed on till it finally reaches the consumer who really bears the brunt of it. Such tax is indirect tax. അപ്പം ഇനി ഇവിടുത്തെ പറയുന്നത്, ഇത് നേരത്തെ ഡയറക്റ്റ് ടാക്സ് പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ്. ഏതാ ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇവിടെ ടാക്സ് പെയർക്ക് എന്ത് ചെയ്യാം, അറ്റ് എവറി സ്റ്റേജ് ഓഫ് ടാക്സ് ഇൻസ് പാസ്ഡ് ഓൺ ഇറ്റ് ഫൈനലി റീച്ച് ദ കൺസ്യൂമർ. അപ്പം കൺസ്യൂമറിനെ ഫൈനലി റീച്ച് ചെയ്യുന്നിടം വരെ ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കമ്മോഡിറ്റിയുടെ മേലാണ്. അതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇമ്പോസ് ടു പേഴ്സൺ ആണ്. പേഴ്സണിൻ്റെ മേളിലാണ് ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് പേഴ്സണിൻ്റെ മേളിലല്ല, കമ്മോഡിറ്റിയുടെ മേളിലാണ്. അപ്പോൾ കമ്മോഡിറ്റിയുടെ മേലെന്ന് പറഞ്ഞാൽ ഈ കമ്മോഡിറ്റി ഓരോ സ്റ്റേജിലും പാസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ടാക്സിൻ്റെ ബേർഡൻ ടാക്സ് പേർക്ക് എന്തോ ചെയ്യാം, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അൾട്ടിമേറ്റ്ലി കസ്റ്റമർക്ക് എത്തുന്നിടം വരെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവസാനം ആരാണ് ഈ ടാക്സ് കൊടുക്കേണ്ടുന്നത്, ഇതിൻ്റെ അൾട്ടിമേറ്റ് ടാക്സ് കൺസ്യൂമർ. ലാസ്റ്റ് ആരാണോ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അവരാണ് എന്തോ ചെയ്യുന്നത്, ഫൈനലി എന്തോ ചെയ്യുന്നത്, അതിൻ്റെ ടാക്സ് ബേർഡൻ ഏറ്റെടുക്കുന്നത് അവർ. അപ്പം അതുവരെ എന്ത് ചെയ്യാം, നമ്മുടെ ബേർഡനെ എന്തോ ചെയ്യാം, ഓരോ സ്റ്റേജിലും ഇങ്ങനെ എന്തോ ഇത് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പാസ് ചെയ്ത് അവസാനം വരുന്ന കസ്റ്റമർ ആ ടാക്സിൻ്റെ ബേർഡൻ ഏറ്റെടുക്കുകയും ആ കസ്റ്റമർ അതിൻ്റെ ടാക്സ് അടയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രതിഭാസമാണെന്ന് പറയുന്നത്. ആ ഒരു രീതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആർക്കാണോ ഇമ്പോസ് ചെയ്തത് അവരടയ്ക്കുന്നു. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഈ ടാക്സ് അടയ്ക്കുന്നതല്ല, അവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്ത് അവസാനം കൺസ്യൂമറിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ കൺസ്യൂമറാണ് അവസാനം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളാണ് അതിൻ്റെ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത്. ആ ഒരു സിസ്റ്റമാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. An indirect tax is on that can be shifted by the taxpayer to someone else. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ക്യാൻ ബി ഷിഫ്റ്റഡ് ബൈ ദ ടാക്സ് പെയർ ടു സമ്മൺ എൽസ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് കനോട്ട് ബി ആണെങ്കിൽ ഇവിടെ ക്യാൻ ബി. ഇവിടെ എന്ന് പറയുന്നത് ടാക്സ് എന്താ പറയാം, നമുക്ക്
ആഹ്, ഓരോ ആളിലേക്കും വേറൊരാളിലേക്ക് എന്താ ചെയ്യാം, നമ്മുടെ ടാക്സിന്റെ ബർഡൻ എന്താ ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. Its incidence to borne by the consumer who ultimately consume the product or the service, while the immediate liability to pay the tax may fall upon another person such as manufacturer or provider of service or seller of goods. അപ്പോൾ ഈ ഇതിന്റെ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത്, ഇതിന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ആരാണ് അത് വഹിക്കേണ്ടതെന്ന് പറയുന്നത്, കൺസ്യൂമർ ആണ് അത് വഹിക്കേണ്ടതെന്ന് പറയുന്നത്. ഇതിന് ആക്ച്വലി നമ്മൾ ഇതിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്തിട്ട് കൊടുക്കുന്ന ആളാണ് ആക്ച്വലി എന്തോ ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ലൈബിലിറ്റി പേ ദ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ആ ടാക്സ് എന്തോ ചെയ്യുന്നു, അവർ ഗവൺമെന്റിലേക്ക് മാനുഫാക്ചർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പർട്ടിക്കുലർ മാനുഫാക്ചർക്ക് എന്താ ചെയ്യാം, അതിന്റെ തൊട്ടടുത്ത സ്റ്റേജിൽ നിന്ന് ഈ കൊടുത്ത ടാക്സിനെ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കളക്ട് ചെയ്ത് ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ അവർ കൊടുത്ത ടാക്സിനെ എന്തോ ചെയ്യുന്നു, റിക്കവർ ചെയ്തിട്ട് ഏറ്റവും അവസാനം അൾട്ടിമേറ്റ്ലി ആരാണോ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, അൾട്ടിമേറ്റ്ലി പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആരാണോ അവരെന്തോന്ന് പറയുന്നത്, ഈ ടാക്സിന്റെ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ അവരാണ് അതിന്റെ ആ പ്രോഡക്റ്റിന്റെ ടാക്സ് അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. Also called consumption tax. They are regressive in nature because they are not based on the principle of ability to pay. All the consumers, including the economically challenged, bear the burden of the indirect taxes equally. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ ഡയറക്റ്റ് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺസിന്റെ വരുമാനത്തിന്റെ നില അനുസരിച്ചിട്ടാണ് അവിടെ ടാക്സ് നിശ്ചയിക്കുന്നത് പറഞ്ഞത്. അംബാനി കൊടുക്കുന്ന ടാക്സ് അല്ല ഒരു സാധാരണ ഒരാൾ കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വേരി ചെയ്തിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻകത്തിന്റെയും അതിന്റെ കപ്പാസിറ്റി, എബിലിറ്റിയുടെ അനുസരിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സിൽ ടാക്സ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, ഇവിടെ പുവർ ആയാലും അതുപോലെ റിച്ച് ആയാലും എല്ലാവരും ടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് കൊടുത്തിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ അംബാനി വന്നിട്ട് ഒരു പാർലിജി ബിസ്ക്കറ്റ് വാങ്ങിച്ചാലും, ഒരു സാധാരണക്കാരൻ വന്ന് ഒരു പാർലിജി ബിസ്ക്കറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും, ബിസ്ക്കറ്റിന് 30 രൂപയാണെങ്കിൽ പേർക്ക് ഈക്വൽ ആയിട്ട് 30 രൂപയാണ് കൊടുത്തിട്ടാണ് ബിസ്ക്കറ്റ് മേടിക്കുന്നത്. പക്ഷെ രണ്ടുപേരും എന്തോ ചെയ്യുന്നു, ടാക്സ് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ആ ടാക്സ് കമ്മോഡിറ്റിന് മേളിൽ കൊടുക്കുന്നു. രണ്ടുപേരും കൊടുക്കുന്ന ടാക്സും ഒരേ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത്, എബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, എബിലിറ്റി ടു പേ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ ഇൻഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയുന്നത്, അപ്രസക്തമാണ്. സോ അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണ്. സോ ഇത് റിഗ്രസീവ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഈക്വലി ആണ്. Indirect tax are levied on consumption, expenditure, privilege or right, but not on income on property. അപ്പൊ നമ്മുടെ ഇൻകത്തിനെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ബേസിസിലല്ല എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ലെവി ചെയ്യുന്നത്. Earlier, a number of indirect tax was levied in India, namely uh, excise duty, customs duty, service tax, central sales tax, value order tax, entry tax, purchase tax, entertainment tax, tax on lottery, betting and gambling, luxury tax, tax on advertisement, etc. അപ്പം ഇതിന് മുന്നേ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ടാക്സുകൾ. അതെന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, അതിന് ടാക്സ് ഒരു എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുപോലെ കസ്റ്റംസ്, ഈ പോകുന്നതും വരുന്നതൊക്കെ വെച്ചുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സർവീസ് റെന്റ് ചെയ്യുന്ന സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. സെൻട്രൽ സെയിൽസ് ടാക്സ് ഉണ്ടായിരുന്നു. അതുപോലെ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു. എൻട്രി ടാക്സ് ഉണ്ടായിരുന്നു. പർച്ചേസ് ടാക്സ് ഉണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടായിരുന്നു. ലോട്ടറിക്കുള്ള ടാക്സ് ഉണ്ടായിരുന്നു. ബെറ്റിങ്, ഗാംബിളിങ്, ലക്ഷറി ടാക്സ്, അങ്ങനെ ഒരുപാട് പല വിധത്തിലുള്ള ഒരുപാട് ടാക്സുകൾ ഈ മുൻപേ ഇൻഡയറക്റ്റ് ടാക്സിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു. However, indirect taxation in India witnessed a paradigm shift on July 1st, 2017. അപ്പോൾ ജൂലൈ 1st, 2017 എന്തെന്ന് പറയുന്നു, ഒരു വലിയ ഷിഫ്റ്റ് ഈ ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ ഉണ്ടായി. അതെന്താണെന്ന് നോക്കാം. വിത്ത് usherance into a unified indirect tax regime wherein a large number of central and state indirect tax were amalgamated into single tax, goods and service tax. അപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്തുവായിരുന്നു, കുറേ ടാക്സുകൾ ഉണ്ടായിരുന്നു.
അപ്പം ഇതെല്ലാ ടാക്സുകളെ എല്ലാം കൂടി അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ടാക്സ് ആയിട്ട് മാറ്റി. ഏതാ? ഇത്രയും ടാക്സുകളെല്ലാം കൂടെ ചപ്പ് ചവറ് പോലെ ഇങ്ങനെ കിടക്കുവായിരുന്നു. ഇതിനെല്ലാം കൂടെ മെർജ് ചെയ്ത് അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ടാക്സ് എന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. എന്ന് ജൂലൈ 1 2017 അത് അതിന് നിലവിൽ വന്നു. ആ അതിന്റെ പേരാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് (GST) എന്ന് പറയുന്നത്. The introduction of GST has been very significant step in the field of indirect tax reforms in India. Customs duty continues in post GST regime. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡയറക്ട് ടാക്സിൽ ഒരുപാടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കസ്റ്റം ഡ്യൂട്ടി ഉണ്ടായിരുന്നുണ്ട്. അതിൽ കസ്റ്റം ഡ്യൂട്ടി ഒഴിച്ച് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത് നേരത്തെ GSTക്ക് മുന്നേ ഉണ്ടായിരുന്ന ഏത് രീതിയാണോ ആ രീതി തന്നെയാണ് കസ്റ്റംസ് ഡ്യൂട്ടിക്കുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും എല്ലാം കൂടി അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഇൻഡയറക്റ്റ് ടാക്സ് വന്നു. അതിൻ്റെ പേരാണെന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് (GST) എന്ന് പറയുന്നത്. അപ്പോൾ GSTയുടെ വരവോട് കൂടി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാക്സ് റിഫോർമിനേഷനാണ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ രീതിയിൽ എന്തോ പറയുന്നത് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പല വിധത്തിലുള്ള ടാക്സ് ഫയൽ ചെയ്യുന്നവർക്കെല്ലാം ഒരു സിംഗിൾ വിൻഡോയിലൂടെ ടാക്സ് അടച്ചാൽ മതിയാവുന്ന ഒരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ വന്നു. Economists world over agree that direct and indirect tax are complementary and therefore a rational tax structure should be incorporate itself both types of tax. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി നേച്ചറാണ് എന്ന് പറഞ്ഞാൽ ചേർന്ന് തന്നെയുള്ള നേച്ചറാണ്. സോ അതിനൊരു യുക്തിചിന്തമായ ഒരു ടാക്സ് സ്ട്രക്ചർ ഉണ്ടാകണമെന്ന് ഈ എക്കണോമിസ്റ്റുകളൊക്കെ ഓൾറെഡി പറയുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ബോത്ത് ടൈപ്പ് ഓഫ് ടാക്സ്, ഈ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ള വിധത്തിൽ ഒരു 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 ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിനെ വലിച്ചു വാരി ഒരുപാടെണ്ണം കടന്നതൊക്കെ എന്തോന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഫോമിലേക്ക് മാറുന്നെന്ന് പറയും. അപ്പോൾ ഇതിനകത്തൊരു കോളം തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ടാക്സ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നു? രണ്ട് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ. ടാക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പിലുണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ പേഴ്സൺ പേയിങ് ദ ടാക്സ് ടു ദ ഗവൺമെന്റ് ഡയറക്ട്ലി ബിയർ ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്? പേഴ്സൺ എന്ന് പറയുന്നത് ഏത് പേഴ്സണിലാണോ ഇമ്പോസ് ചെയ്തേക്കുന്നത് ആ പേഴ്സൺ ഡയറക്ട്ലി തന്നെ എന്തോ ചെയ്തിരിക്കണം? ഗവൺമെന്റിന് ടാക്സ് കൊടുത്തിരിക്കണം. ഇൻഡയറക്റ്റ് ടാക്സിലാണെന്നോ ദ പേഴ്സൺ പേയിങ് ദ ടാക്സ് ടു ദ ഗവൺമെന്റ് കളക്ട്സ് ദ സെയിം ഫ്രം ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ദസ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ടു ദ അതർ പേഴ്സൺ. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിനെ പറ്റി സംബന്ധിച്ചിടത്തോളം ഏത് പേഴ്സണിലാണ് ഇമ്പോസ് ചെയ്യുന്നത് അവിടെ തന്നെ അവർ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ക്യാൻ ബി ഷിഫ്റ്റഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനുഫാക്ചറർ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് അടുത്തുള്ള സ്റ്റേജ് ആയിട്ടുള്ള റീറ്റെയിലറിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലറിൽ നിന്ന് എന്ത് ചെയ്യാം? ആ ടാക്സിനെ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യുക. അവർ കൊടുത്ത ടാക്സിനെ കളക്ട് ചെയ്യുക, ഹോൾസെയിലർക്ക് റീറ്റെയിലറിൽ നിന്ന് കളക്ട് ചെയ്യാം. സോ അങ്ങനെ അൾട്ടിമേറ്റ്ലി കസ്റ്റമറിന്റെ ആരാണോ മേടിക്കുന്നത് അവിടെ വരെ എന്തോ ചെയ്യാം? ടാക്സ് കളക്ട് ചെയ്യാം. മേടിക്കുന്ന ആൾ എന്തോ ചെയ്യുന്നു? അതിന്റെ ബർഡൻ സഹിക്കുന്നു. സോ അത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്. അതുപോലെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ റിഗ്രസീവ് ഇൻ നേച്ചറാണ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഫോർ പീപ്പിൾ ഹാവിങ് ഹൈ എബിലിറ്റി ടു പേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും കൂടുതൽ വരുമാനമുള്ളവർ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് പ്രോഗ്രസീവ് നേച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സിലുള്ളത്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഓൾ ദ കസ്റ്റമേഴ്സ് ഈക്വലി ബിയർ ദ ബർഡൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ എബിലിറ്റി. അപ്പം പണ്ഡിതനാണെങ്കിലും പാമരനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിന്റെ സാധ്യത വരുമ്പോൾ എന്ന് പറയുന്നത് അവരെല്ലാം എന്തോ ഈക്വലി പേ ചെയ്തിരിക്കണം. അവിടെ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുന്നത് എബിലിറ്റി ടു പേ എന്ന് പറയുന്ന ഒരു ഘടകമേ അല്ല. അപ്പോൾ ഡയറക്റ്റ് ടാക്സിലാണെങ്കിൽ ഹയർ എബിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് വരുമാനമുള്ളവർ ഒരുപാട് കൊടുക്കും. ഇവിടെ വരുമാനത്തിൻ്റെതൊന്നും നിശ്ചയമില്ല. ഇവിടെ എന്ന് പറയുന്നത് വലിയ കോടീശ്വരൻ മേടിച്ചാലും സാധാരണക്കാരൻ മേടിച്ചെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇതിനകത്തൊരു പടം കൊടുത്തിട്ടുണ്ട്. ഈ ബർഡൻ ഓഫ് ടാക്സ് ബോൺ ബൈ ഇപ്പോൾ ഡയറക്റ്റ് ടാക്സിലാണെന്നുണ്ടെങ്കിൽ ഈ ബോൺ ബൈ എടുക്കുന്നത് ദാണ്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നു. ഒരാൾ തന്നെ അത് താങ്ങണമെന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പിക്ചറൈസ് രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് പറയുന്നത് ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത്
മേജർ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ GST ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. GST ഉണ്ട്, കസ്റ്റംസ്. അപ്പം പറഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടിയെ മാത്രം പഴയ പോസ്റ്റ് GST റിജീം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ GSTക്ക് മുന്നേ ഉണ്ടായിരുന്ന അതേ രീതി തന്നെയാണ് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഇതുള്ളത്. ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്തിട്ട് GST എന്ന് പറഞ്ഞാക്കി. അപ്പം 2 തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഒന്ന് GST ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. ഡയറക്റ്റ് ടാക്സിലാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ടാക്സിന്റെ 2 ബ്രോഡ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സുകൾ നമുക്ക് പരിചയപ്പെടുത്താം. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സിന്റെയൊക്കെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തേന്ന് പറയുന്നത് ആൻ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് റവന്യൂ. ഓക്കെ, അതിന്റെ പേരിൽ തന്നെയുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണെന്ന് പറയുന്നത് ഏതാ? ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ടാക്സ് റവന്യൂ ഫോർ ഗവൺമെന്റ്സ് വേൾഡ് വൈഡ് ആൻഡ് കണ്ടിന്യൂ ടു ഗ്രോ ആസ് മോർ കൺട്രീസ് move to consumptions oriented tax regimes. In India, indirect tax are contributes more than 50% of the total tax revenue central and state governments. അപ്പം ഈ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ലോകത്ത് എവിടെയായിരുന്നാൽ പോട്ടെ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ റവന്യൂവിന്റെ ഭാഗമായിട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മോഡിറ്റീസുകൾ, നമ്മുടെ ഇത് എന്താ പറയുന്നത്, സാധനങ്ങൾ വാങ്ങിയും അത് ചെയ്യുന്നൊക്കെയാണല്ലോ. അപ്പം സോ അതിലൂടെ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏത് വേൾഡ് വൈഡിലാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗ്ഗമാണ് ഗവൺമെന്റിന് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർ ദാൻ 50%, 50% കൂടുതലെന്ന് പറയുന്നത് ടോട്ടൽ ടാക്സ് ഇതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിലൂടെയാണ് ഗവൺമെന്റിന് റവന്യൂ കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സിലാണ് റവന്യൂ കിട്ടുന്നതാണ് ഗവൺമെന്റിന് മോർ ദാൻ 50%. അപ്പം ടോട്ടൽ ടാക്സ് കിട്ടുന്നതിന്റെ 50% എബോവ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിലൂടെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എന്ന് പറയുന്നത് എന്തോ ടാക്സ് കിട്ടുന്നത്. അപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. രണ്ടാമതെന്ന് പറയുന്നത് ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇവിടെ ടാക്സ് ഏതിന്റെ പേരിലാണ്? പേഴ്സന്റെ പേരിലല്ല, കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസിന്റെ പേരിലാണ്. ഇറ്റ് ഈസ് ലെവിഡ് ഓൺ കമ്മോഡിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ മാനുഫാക്ചർ ഓർ പർച്ചേസ് ഓർ സെയിൽ ഓർ ഇമ്പോർട്ട് എക്സ്പോർട്ട് ദെയർ ഓഫ്. അപ്പം ഇതെന്ന് പറയുന്നത് ലെവി ചെയ്യുന്നത് ഏതിൻ്റെയൊക്കെ മുകളിലാണ്? അപ്പം കമ്മോഡിറ്റീസ്. ഈ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. അപ്പം കമ്മോഡിറ്റീസ് എന്ത് പറയുന്നു? അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ചെയ്യുമ്പോഴോ, അതുപോലെ തന്നെ കമ്മോഡിറ്റീസ് മാനുഫാക്ചർ, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോഴോ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ. അപ്പം ഇതെല്ലാ സമയത്തും എന്ത് പറയുന്നത് ലെവി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കമ്മോഡിറ്റി ടാക്സേഷൻ. അപ്പോൾ ഇതിനെ എന്തോ വിളിക്കാം നമുക്ക്? കമ്മോഡിറ്റി ടാക്സേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ്സിന്റെ മുകളിലുണ്ടാകുന്ന ടാക്സ്. ഇറ്റ് ഈസ് ആൾസോ ലിവിഡ് ഓൺ സപ്ലൈ ഓഫ് സർവീസസ്. അപ്പം സർവീസസിന്റെ മേളിലും ഇതേപോലെ തന്നെയാണ്. അപ്പം കമ്മോഡിറ്റീസ് സപ്ലൈ ചെയ്യുന്നതിലൂടെ, മാനുഫാക്ചർ ചെയ്യുന്നതിലൂടെ, പർച്ചേസ് ചെയ്യുന്നതിലൂടെ, അതുപോലെ സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇതിലേത് വിധത്തിലൂടെ ചെയ്തെന്ന് പറഞ്ഞാലും കൊടുക്കുന്ന ടാക്സ് ആണ് എന്ന് നമ്മൾ ലെവി ചെയ്യും. ടാക്സ് ലെവി ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കമ്മോഡിറ്റി ടാക്സേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ബാധകമാണ്. അപ്പം കമ്മോഡിറ്റിയുടെ മേലിലും സർവീസിന്റെ മേളിലുമാണ് എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. അടുത്ത എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടത് തന്നെ, there is a clear shifting of tax burden in respect of indirect tax. For example, GST paid by the supplier of the goods is recovered from the buyer by including the tax in the cost of the commodity. അപ്പം നമുക്കിവിടെ പറയുന്നു നമ്മുടെ ടാക്സിന്റെ ബേർഡൻ എന്ന് പറയുന്നത് എന്താ ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യപ്പെടാമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം ഇതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് ഒരു സപ്ലയർ എന്ന് പറയുന്നത് അയാൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്ലയർക്ക് എന്താ അയാളുടെ ബയ്യറിൽ നിന്ന് എന്തോ ചെയ്യാം? അയാൾ കൊടുത്ത ടാക്സിനെ എന്തോ ചെയ്യാം? ബയ്യറിൽ നിന്ന് അയാളുടെ കമ്മോഡിറ്റിയുടെ കോസ്റ്റിനോട് ചേർത്തുകൊണ്ട് എന്തോ ചെയ്യാം? ആ ബയ്യറിൽ നിന്ന് ടാക്സ് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. അപ്പോൾ അയാളുടെ ബേർഡൻ എന്ന് പറയുന്നത് എന്തോ ചെയ്യും? അയാൾ അടുത്ത ആളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ആരാണ് ആ ടാക്സ് അന്നേരം ഈ കേസിൽ വരുമ്പം ബയ്യർ എന്തോ ചെയ്യണം? വഹിക്കേണ്ടി വരും. അപ്പം മറ്റേ ആൾക്ക് എന്തോ ചെയ്തു? ഓൾറെഡി അയാൾ കൊടുത്ത ടാക്സ് എന്തോ ചെയ്യുന്നു? ഈ ബയ്യറിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അപ്പം ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ടാക്സിന്റെ ബേർഡൻ എന്തെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് ഷിഫ്റ്റ് ചെയ്യപ്പെടാം. നോ പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പിഞ്ച്.
Since the value of indirect tax is generally inbuilt in the price of the commodity, most of the time the taxpayer consumer pay the same without actually knowing that he is paying tax to the government. Thus, the taxpayer does not perceive the direct pinch while paying indirect tax. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കണം ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കണമെന്ന്. നിങ്ങളൊരു കടയിൽ പോയിട്ട് ഏതൊരു സാധനം ഒരു സാധനം നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ അതിന് ടാക്സ് കൊടുത്തു. ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് അതിൻ്റെ ആ കമ്മോഡിറ്റി മേളിൽ നിങ്ങൾ ടാക്സ് കൊടുത്തു. നിങ്ങൾ അറിയുന്നുണ്ടോ ആ ടാക്സ് കൊടുത്ത കാര്യം? ഇല്ല. അപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മേളിൽ പിഞ്ചിങ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സാധനം നിങ്ങൾ മേടിച്ചപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്തോ ചെയ്തു? നിങ്ങൾ അൾട്ടിമേറ്റ് ബിയറായി നിങ്ങൾ അതിന് എന്തോ ചെയ്തു? ടാക്സ് കൊടുക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ആ സാധനത്തിൻ്റെ പൈസയിലൂടെ തന്നെ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ടാക്സ് ചെല്ലുന്നുണ്ട്. അപ്പം നിങ്ങളതെന്തോ ചെയ്യുന്നില്ല? നിങ്ങളിത് അറിയുന്നില്ല. അപ്പം ഇതിനെയാണ് നോ പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പിഞ്ച്. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇന്നതാണ് നിങ്ങൾ ഇതിൻ്റെ ടാക്സ് ഇന്നത് എന്ന് പറഞ്ഞല്ല നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ ആ സാധനം വാങ്ങിച്ചു. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് രീതിയിൽ നിങ്ങൾ അതിൻ്റെ ടാക്സും കൂടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് പിഞ്ചായിട്ട് ഇല്ല. അതുപോലെ തന്നെ ഇൻഫ്ലേഷണറി tax imposed on commodities and service caused on all around price barrel. In other words, indirect taxation is directly affects the price of commodities and service and leads to the inflationary trend. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മോഡിറ്റിയുടെ ഓരോ കമ്മോഡിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഇത്ര കമ്മോഡിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ കമ്മോഡിറ്റീസ് ഉണ്ട്. അതിനനുസരിച്ച് എന്തോ ചെയ്തു ടാക്സിൻ്റെ എന്താ പറയുന്നത് ഒരു റേഷ്യോ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും ഓരോ റേഷ്യോസ് ആണ്. സോ ആ റേഷ്യോസ് വെച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത്. അതല്ലാതെ സിംഗിൾ ഒരു പെർസെൻറ്റേജ് അല്ല. പല പ്രോഡക്ട്സിനും പല പെർസെൻറ്റേജ് ആണ്. വൈഡർ ടാക്സ് ബേസ്. Unlike debtors, indebtors have a wider tax base. Majority of the product or service are subject to indirect tax with a ലോ ത്രഷോൾഡ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള വൈഡ് ടാക്സ് ബേസ്ഡ് ആണ് എന്ന് പറയുന്നത് അതേ സെയിം തന്നെയാണ്. നമുക്കിവിടെ പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ആൻഡ് സർവീസ് ഇന്ത്യയുടെ വരുന്നത് ലോ ത്രഷ് ഹോൾഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പെർസെൻറ്റേജിലൂടെയൊക്കെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഈ പ്രോഡക്ട്സിന് മേൽ ടാക്സ് ഇടുന്നത്. അതെന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങളുമുണ്ട്. പ്രൊമോട്ടേഴ്സ് ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ എന്തുവാ സോഷ്യൽ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഹയർ ടാക്സ് ആർ ഇമ്പോസ്ഡ് ഓൺ ദ കൺസംഷൻ ഓഫ് ഹാംഫുൾ പ്രോഡക്റ്റ് ആൾസോ നോൺ ആസ് സിൻ ഗുഡ്സ് സച്ച് ആസ് ആൽക്കഹോളിക് പ്രോഡക്ട്സ്, ടൊബാക്കോ പ്രോഡക്ട്സ് എക്സെട്ര. ദിസ് ഈസ് നോട്ട് ഓൺലി ചെക്സ് ദിയർ കൺസംഷൻ ബട്ട് ആൾസോ എനേബിൾ ദ സ്റ്റേറ്റ് ടു കളക്ട് സബ്സ്റ്റാൻഷ്യൽ റവന്യൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് അതായത് സൊസൈറ്റിക്ക് ഏറ്റവും ഹാംഫുൾ ആയിട്ട് മാറുന്ന കുറേ പ്രോഡക്ട്സുകളുണ്ട്. അത് ആൽക്കഹോളാണ്, ടൊബാക്കോ, സിഗരറ്റ്സ്, ഇതിങ്ങനെയൊക്കെയുള്ള പ്രോഡക്ട്സിൻ്റെ മേളിൽ എന്ന് പറയുന്നത് ഹൈ ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. വലിയ ടാക്സ് ആണ് ഇമ്പോസ്. അപ്പോൾ അങ്ങനെ ഹൈ ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേന് ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുകയും എന്താ പറയുന്നത് ആൾക്കാരത് വാങ്ങിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ വെൽഫെയറിനെ എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് അവരുടെ കൺസംഷനെ കുറയ്ക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് എന്തോ ചെയ്യുന്നത് അതിൻ്റെ സബ്സ്റ്റാൻഷ്യൽ റവന്യൂ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹയർ ടാക്സ് എടുക്കുമ്പോൾ അതൊരു സോഷ്യൽ വെൽഫെയറിൻ്റെ ഭാഗവും കൂടാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിഗ്രസീവ് ഇൻ നേച്ചർ. അപ്പോൾ റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ റിച്ച് ആണെന്നോ പൂർ ആണെന്നോ അതായത് വലിയ കോടീശ്വരനെന്നോ അതുപോലെ തന്നെ പാവപ്പെട്ടവനെന്നൊന്നുമില്ല. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗക്കാരും എന്ന് പറയുന്നത് കോമൺ ആണ്, ഈക്വലി ആണ് കമ്മോഡിറ്റിയുടെ മേലിലുള്ള ടാക്സ് കൊടുക്കേണ്ടുന്നത്. ഇനി ജെനിസിസ് ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ ഈ ഇന്ത്യയിൽ ജി എസ് ടിയുടെ ഉദയം സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ബ്രീഫായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇത് വായിച്ചാൽ മനസ്സിലാകത്തുകൊണ്ട് അതിനെ ഒരു ചെറിയൊരു ടേബിൾ ഫോമിലേക്ക് മാറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം ജെനിസിസ് ജി എസ് ടി ഇൻ ഇന്ത്യ, അതിൻ്റെ ജെനിസിസിനെ പറ്റി നമുക്ക് നോക്കാം. ജി എസ് ടി ഹാസ് ബി ഇൻട്രൊഡ്യൂസ് വിത്ത് ഫസ്റ്റ് ജൂലൈ. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ജൂലൈ 2017 എന്തെന്ന് പറയുന്നത് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ദ ഐഡിയ ഓഫ് ജി എസ് ടി ഹാസ് ഫസ്റ്റ് മൂവ്ഡ് ബൈ കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഇൻ 2004. 2004 എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഉണ്ടായത്. അതെന്ന് പറയുന്നത് കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ട് വാജ്പേയി ഗവൺമെൻറ് അവരാണിത് എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ജി എസ് ടി വാസ് ലോഞ്ച്ഡ് അറ്റ് മിഡ് നൈറ്റ് ഓഫ് 13th June 2003 ഫ്രം സെൻട്രൽ
ഹാൾ ഓഫ് പാർലമെന്റ്. അപ്പം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ 30 ജൂൺ 2017 മിഡ് നൈറ്റിലാണ് GST എന്ത് ചെയ്തത്, ലോഞ്ച് ചെയ്തത്. അത് 1 ജൂലൈ 30th ജൂൺ 2017 മിഡ് നൈറ്റിലാണ് അത് ലോഞ്ച് ചെയ്യുകയും 1 ജൂലൈ 2017 ഇത് ഇതിന്റെ എഫക്റ്റ് GST ഇൻട്രൊഡ്യൂസ്ഡ് ഓൾ ഓവർ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. അതുപോലെ തന്നെ ഇതിന്റെ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റർനാഷണലി എപ്പോഴാണെന്ന് നോക്കാം, ഫ്രാൻസ് ആണ് ഈ GST 1956 ഫസ്റ്റ് കൺട്രി ടു ഇംപ്ലിമെന്റ്. അപ്പോൾ GST ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അത് 1950 ഇപ്പോൾ അറ്റ് പ്രസന്റ് മോർ ദാൻ 160 കൺട്രീസ് ഹാവ് ഇംപ്ലിമെന്റഡ്. ഇപ്പം ഇവിടെ GSTയിൽ 160-ലധികം രാജ്യങ്ങളിലാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ GST ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 1954 ഫ്രാൻസിലായിരുന്നു ഇത് ഫസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരുന്നത്. ഇനി ഇതിന്റെ ഇത്തിരി മുന്നേ നമ്മൾ അതിന്റെ ജെനിസിസ് പറഞ്ഞപ്പോൾ ഒരു വലിയ പാരഗ്രാഫായിട്ട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ തന്നതിനെ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്നൊരു ടേബിൾ ഫോമിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ കേൽക്കർ ടാസ്ക് ഫോഴ്സ് 2014. അപ്പം കേൽക്കർ ടാസ്ക് ഫോഴ്സ് 2014 അവരെന്ത് ചെയ്യുന്നു, 16/7/2004 ഡോക്ടർ കേൽക്കർ ടാസ്ക് ഫോഴ്സ് റെക്കമെൻഡഡ് ദ നീഡ് ഓഫ് നാഷണൽ GST. അപ്പം കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ടീം എന്തോ ചെയ്തു, അവരെന്തോ ചെയ്തു, എന്താ പറയുക, നാഷണൽ GSTയെ പറ്റി എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. 2004 അത് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം അത് വാജ്പേയി ഗവൺമെന്റിന്റെ ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് 28/2/2006 യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ മൂട്ടഡ് ദ ഐഡിയ ഓഫ് GST ഫ്രം ഏപ്രിൽ 2010. അന്നത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരം ആയിരുന്നു. അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു, UPA ഗവൺമെന്റ്. സോ UPA ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് സ്പീച്ചിൽ ചിദംബരം, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, ഈ ഐഡിയ, അതായത് ഏപ്രിൽ 2010 മുതൽ GSTയുടെ ആപ്ലിക്കബിലിറ്റി ഉണ്ടാകുമെന്നുള്ള ഒരു ഐഡിയ എന്ത് പറയുന്നു, ബഡ്ജറ്റിന്റെ സ്പീച്ചിനകത്ത് ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2010 കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നുമില്ല. 11, 12, 13 വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് വീണ്ടും NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അങ്ങനെ 19/12/2014 കോൺസ്റ്റിറ്റ്യൂഷണൽ 122nd അമെൻമെന്റ് ബിൽ 2014 ഇൻട്രൊഡ്യൂസ് ചെയ്തു ലോക്സഭ. അപ്പോൾ ലോക്സഭയിൽ അമെൻമെന്റ് 122ാമത് ഒരു അമെൻമെന്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു ബില്ല് ലോക്സഭയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന 19/12/2014. 6/5/2015 ഈ അമെൻമെന്റോട് കൂടിയ ബില്ല് ലോക്സഭയിൽ എന്തോ ചെയ്തു, പാസ്സാക്കി. അതുപോലെ 3/8/2016 എന്ന് പറയുന്നത് ഇതേ സെയിം ബില്ല് എന്ന് പറയുന്നത് എവിടെയും പാസ്സാക്കി, രാജ്യസഭയിലും പാസ്സാക്കി. അപ്പോൾ ലോക്സഭയിൽ 6/5/2015 പാസ്സാക്കി. 3/8 എന്തെന്ന് ചെയ്തു, 2016 ഈ സെയിം ബില്ല് എന്ന് പറയുന്നത് രാജ്യസഭയിലും പാസ്സാക്കി. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയതോടുകൂടി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 8/9/2016 സബ്സിക്വന്റ് റെറ്റിഫിക്കേഷൻ ഓഫ് ബിൽ ബൈ മോർ ദാൻ 50% ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റേറ്റിനെയും കൂടെ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഈ GST എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് പലതും എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് മുന്നത്തെ മീൻസ് ഈ 1/7/2017 മുന്നേ ഉള്ള സമയത്ത് ഇതിനകത്ത് ഇതിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ചില രീതികളുണ്ടായിരുന്നു. അതായത് ഈ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, അന്നത്തെ കാര്യം പറയാം, GST വരുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു പല വിധത്തിലായിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസുകൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ വായിച്ചപ്പം കണ്ടു. ഫോർ എക്സാമ്പിൾ ഒരു എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ എക്സൈസ് ഡ്യൂട്ടി എന്താ പറയുന്നത്, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി അത് ആര് കളക്ട് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യും. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സർവീസ് ടാക്സ് എന്ന രീതിയിലും ആരായിരുന്നു കളക്ട് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു കളക്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്തെന്ന് പറയുന്നത് ഒരു ഇന്റർ സ്റ്റേറ്റ്, അതിനുശേഷം ഈ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളെന്ന് പറയുന്നത് വെറുതെ കൈവെക്കാനല്ലല്ലോ, അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. സോ സെയിൽ ചെയ്യുന്ന സമയത്ത് അത് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ സെയിൽസ് ടാക്സ് CST, സെൻട്രൽ സെയിൽസ് ടാക്സ് ആണ്. അത് ആര് കളക്ട് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് ആയിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇൻട്രാ സ്റ്റേറ്റ്, അതായത് വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ വാറ്റ് അതർ ടാക്സ് എന്ന രീതിയിൽ ആരായിരുന്നു കളക്ട് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു.
അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരു സമയത്തെന്ന് പറയുന്നത് ഇതിനൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെ പറയുന്ന പേരാണ് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ടാക്സ് ഓൺ ടാക്സ് കമ്പോണൻസ് എന്നാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇടത്ത് നിന്ന് വേറൊരിടത്തേക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കേസ് ഒരു മാനുഫാക്ചർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റാ മെറ്റീരിയൽസ് വാങ്ങിച്ചു, അത് പ്രോസസ്സ് ചെയ്തു, മീൻസ് മാനുഫാക്ചർ ചെയ്ത് അതൊരു ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന സമയത്ത് മാനുഫാക്ചർ എന്ത് ചെയ്യുന്നു? എക്സൈസ് ഡ്യൂട്ടി കൊടുക്കുന്നു സെൻട്രൽ ഗവൺമെന്റ്. ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്കാണ് അതിന്റെ 10% എന്ന് പറയുന്നത് ഒരു 10 രൂപയും കൂടെ എന്തെന്ന് പറയുന്നത് എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടക്കുന്നു. പിന്നെ അതിനുശേഷം ഒരു 10 രൂപയും കൂടി ഇട്ടിട്ട് 120 രൂപയ്ക്ക് എന്ന് പറയുന്നത് ഒരു സെയിലബിൾ പ്രോഡക്റ്റ് ആയിട്ട് അത് സെയിൽ ചെയ്യുന്നു എന്ന് വെച്ചു. അങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിലിന്റെ മേളിൽ എന്തോ ചെയ്യുന്നു? ടാക്സ് വരുന്നു, സെയിൽസ് ടാക്സ് വരുന്നു. അപ്പോൾ സെയിലിന്റെ മേലിൽ ടാക്സ് വരുന്നത് വാറ്റ് ഗണത്തിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 120 രൂപ, അതായത് നമ്മൾ 100 രൂപ അതിന്റെ പ്രോഡക്ട്സിന്റെ പ്രൈസ് പ്ലസ് 10 രൂപ എക്സൈസ് ഡ്യൂട്ടിയും കൊടുത്ത് പിന്നെ 10 രൂപ പ്രോഫിറ്റും കൂടെ ചേർത്തിട്ട് 120 രൂപ എന്നാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഇട്ടിട്ട് കൊടുത്തത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഇട്ട് കൊടുത്ത 120 രൂപയുടെ സാധനം സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ 120ന്റെ മേളിൽ എന്ത് വന്നു? നമ്മൾ വാറ്റ് കൊടുക്കേണ്ടുന്നതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ കാസ്കാഡിങ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. എന്തെന്ന് വെച്ചാൽ ആ 120നകത്ത് ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റിലേക്ക് എക്സൈസ് ഡ്യൂട്ടി അടച്ച 10ഉം കൂടെ ചേർന്നിട്ടുള്ളതല്ലേ ഈ 120 എന്ന് പറയുന്നത്. അപ്പോൾ 120ൽ ഡബിൾ ടാക്സ് ആയില്ലേ? ടാക്സിന്റെ മേളിൽ വീണ്ടും ഒരു ടാക്സ് ആയില്ലേ? അപ്പോൾ ഈ എക്സൈസ് ഡ്യൂട്ടി ആയിട്ടുള്ള ഈ 10 രൂപ എന്ന് പറയുന്നത് ഈ വീണ്ടും നമ്മൾ വാറ്റ് അടയ്ക്കുമ്പോൾ വീണ്ടും അതിന്റെ മേളിൽ ഇടില്ല. അപ്പോൾ അത് ടാക്സ് ഓൺ ടാക്സ് കമ്പോണൻസ് ആണ്. ടാക്സിന്റെ മേളിൽ ടാക്സ് അടയ്ക്കുന്നതായിട്ട് വരുന്നു. അതിനെയാണ് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ആ എഫക്റ്റ് ഒക്കെ എന്തോ ചെയ്യുന്നു? ഇവിടെ നേരത്തെ മീൻസ് ജി.എസ്.ടി വരുന്നതിന് മുമ്പേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണെന്ന് പറയുന്നത് എല്ലാം ഇതുപോലെ സ്റ്റേറ്റുകാർക്ക് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്ത് സ്റ്റേറ്റിനൊക്കെ സെയിലിനകത്ത് അതിന്റെ ഭാഗമൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അത് പാസ്സായി കഴിഞ്ഞാലും ഈ സ്റ്റേറ്റുകളുടെയും കൂടെ പ്രയോറിറ്റി വെച്ച് സ്റ്റേറ്റും കൂടി അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് സ്റ്റേറ്റിനെയൊക്കെ അയച്ചപ്പം ഈ സബ്സിക്വന്റ് റെക്ടിഫിക്കേഷൻ ഓഫ് ബിൽ ബൈ മോർ ദാൻ 50% ഓഫ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ 122nd അമെൻമെന്റ് ബിൽ 2014 റിസീവ്ഡ് ദ അസെന്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പം 50% മേളിൽ സ്റ്റേറ്റ്സുകൾ എന്തു ചെയ്തു? ഇതിന്റെ റെക്ടിഫിക്കേഷനൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇതിന്റെ അവര് പറഞ്ഞതിന്റെ അവര് കുറച്ച് സജഷൻസും കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള റെക്ടിഫിക്കേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞതിന് ശേഷം ഈ ബില്ല് എന്തോ ചെയ്തു? പ്രസിഡന്റിന്റെ അസെന്റിലേക്ക് സെൻഡ് ചെയ്തു. അങ്ങനെ അസെന്റ് കഴിഞ്ഞ ശേഷം ഇറ്റ് ബിക്കംസ് കോൺസ്റ്റിറ്റ്യൂഷണൽ 101st അമെൻമെന്റ് ആക്ട് 2016 വിച്ച് പേവ്ഡ് ദ വേ ഓഫ് GST ഇൻ ഇന്ത്യ. അപ്പോൾ 2016 101 അമെൻമെന്റിന്റെ, അതായത് 122 അമെൻമെന്റ് എന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് ആണ്. അത് പ്രൊപ്പോസ് ചെയ്ത അമെൻമെന്റ് ആണ്. പക്ഷേ അതെന്ന് പറയുന്നത് നമ്മുടെ GST ആക്ട് ആയിട്ട് മാറിയപ്പോൾ അതെന്ന് പറയുന്നത് 101st അമെൻമെന്റ് ആയിട്ടാണ് ഇത് ആക്ട് ആയിട്ട് വരുന്നത്. അത് 2016ലാണ്. സെൻട്രൽ GST ഒക്കെ അപ്പോൾ 27/3/2016 സെൻട്രൽ GST ലെജിസ്ലേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ. ഇനി സെൻട്രൽ ഗവൺമെന്റ് അവരുടെ GST ലെജിസ്ലേഷൻ എന്തോ ചെയ്തു? 27/3/2017 അതിന്റെ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു. അത് ഏതൊക്കെയാണ്? CGST ബിൽ 2016, IGST ബില്ല്, UTGST, അതുപോലെ GST കോമ്പൻസേഷൻ സിസ്റ്റം ബിൽസ് 2017 ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതിനകത്ത് GST എന്തെന്ന് പറയുന്നത് ഈ കേരള അപ്പോൾ ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുകയും ഇതിനകത്ത് എന്തെങ്കിലും കോമ്പൻസേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിന് കൊടുക്കുന്ന രീതിയിലുള്ള ബില്ലും കൂടി എന്ത് ചെയ്തു? 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തു. 29/3/2016 ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് GST ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ആദ്യം ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 29/3/2017 അതായത് 2 ദിവസം കൂടെ കഴിഞ്ഞ് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബില്ല് എന്തോ ചെയ്തു? ലോക്സഭയിൽ എന്തോ ചെയ്തു? ഇത് മൂന്നും എന്തോ ചെയ്തു? പാസ്സായി. 12/4/2017 എന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ എടുത്ത് എന്തോ ചെയ്തു? റിസീവ് ചെയ്തു. ബില്ല് എനാക്റ്റഡ് ആയിട്ട് അതെന്തോ ആയി? ആക്ട് ആയിട്ട് മാറി. അപ്പോൾ CGST ആക്ട്, IGST, UTC, GST ആക്ട് എന്ന് പറയുന്ന അങ്ങനെ ആക്ടുകൾ എന്തോ ചെയ്തു? 12/4/2017 ആക്ട് ആയിട്ട് മാറി. സ്റ്റേറ്റ് GST ആക്ട്സ് ഡിഫറൻസ് ഡേറ്റ്. അപ്പോൾ ഇനാക്ട്മെന്റ് ഓഫ് ദ സെൻട്രൽ ആക്ട് വാസ് ഫോളോഡ് ബൈ ദ ഇനാക്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് GST ലോസ് ബൈ വേരിയസ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ്. അപ്പം ഈ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയ ആക്ടിന്റെ എന്തോ ചെയ്തു? അത് തന്നെ ഡിറ്റോ കോപ്പി ചെയ്തെടുത്തുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് എന്തോ ചെയ്തു? GST ലോയ് ഉണ്ടായി.
അതുപോലെ തന്നെ 1/7/2016 GST ഹാസ് ബീൻ ഇംപ്ലിമെന്റഡ് അക്രോസ് ഇന്ത്യ വിത്ത് എഫക്ട് 1 ജൂലൈ. അപ്പം 1 ജൂലൈ 2017 എന്ത് ചെയ്തു? GST എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ എന്തോ ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു. 8/7/2017 GST ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പം അന്ന് ജമ്മു കാശ്മീരിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പം ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക പദവി ഉള്ളതായിട്ട് അറിയാലോ. സോ അവിടെ പിന്നെയും കുറച്ച് ഘടകങ്ങളുണ്ടായിരുന്നു. അവിടെ എന്താ പറയുന്നെ, ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ഈ ആക്ട് പാസ്സാകാൻ വേണ്ടി. സോ അത് കഴിഞ്ഞ് 8/7/2017 ജമ്മു ആൻഡ് കാശ്മീരിൽ GST വിട്ടു. അപ്പോൾ അതിൻ്റെ നോട്ട് പറഞ്ഞേക്കുന്നത് CGST Ordinance 2070, IGST Ordinance 2000 vary promulgated making necessary changes CGST Act, IGST Act and declaring that the said act shall be applicable to the state of Jammu Kashmir also. അപ്പം ഈ CGSTയും IGST ആക്ട് ഒക്കെ എന്ന് പറയുന്നത് അത് ഓർഡിനൻസ് ആയിട്ട് 2017 എന്ന് പറയുന്നത് ഇതിൻ്റെ നെസസറി ചേഞ്ചോട് കൂടി CGST ആക്ട് അതുപോലെ IGST ആക്ട് ആയിട്ട് എന്തോ ചെയ്യുന്നു? 8/7/2017 ജമ്മു ആൻഡ് കാശ്മീരിലും കൂടെ എന്തായി? ഇത് പാസ്സാവുകയും ഇതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ടാവുകയും ചെയ്തു. സോ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ജെനിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് എന്ന് പറയുന്നത് ഈ GST ഇൻ ഇന്ത്യ ജെനിസിസ് എന്ന് പറയുന്നത് 4ാമത്തെ പോയിന്റ്സിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം കൂടെയാണ് നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടേബിളിൽ അത് മാറ്റി കാണിച്ചത്. അപ്പം അവിടെ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് അത് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് അവിടെ ഒരു ടേബുലാർ ഫോമിൽ വന്ന്. അപ്പോൾ സോ പഠിക്കാൻ വളരെ ഈസിയാണ്. സോ അടുത്തതെന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് GST ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. താങ്ക് യു.